Hi friends, എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഈവനിംഗ് സ്നാക്ക് ആണ്. ഈസിയാണ് ഉണ്ടാക്കാൻ. ആദ്യം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, എന്തൊക്കെ ആവശ്യ ഇൻഗ്രീഡിയൻ്റ് എന്ന് നോക്കാം. ആദ്യം തന്നെ ഞാനിവിടെ ഒരു 5 ടേബിൾ സ്പൂൺ മൈദ എടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. പാകത്തിന് വെള്ളം ഒഴിച്ച് നമ്മുടെ ദോശയ്ക്കൊക്കെ റെഡിയാക്കത്തില്ല, അതേപോലെ ഒരു കൺസിസ്റ്റൻസിയിൽ റെഡിയാക്കിയെടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസി മതിയാവും. അതിനോടൊപ്പം തന്നെ പാകത്തിന് ഉപ്പും കൂടെ ആഡ് ചെയ്ത് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഒരു പാൻ എടുക്കുക. പാൻ ഒന്ന് ചൂടായതിനു ശേഷം നമ്മൾ ചെറിയ ചെറിയ ദോശകളാക്കി എടുക്കുക. ദോശ നല്ല നൈസായിരിക്കണം, ഇതുപോലെ നൈസാക്കി ഓരോ ദോശയായിട്ട് ചുട്ടെടുക്കുക. ദോശയെല്ലാം ചുട്ടതിന് ശേഷം നമുക്ക് അടുത്തായിട്ട് ഫില്ലിങ്സിന് ആവശ്യമായ മസാല റെഡിയാക്കി എടുക്കാം. ആദ്യം തന്നെ ഒരു 2 സവാള ചെറുതായിട്ട് നൈസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ മല്ലിയില എടുത്തിട്ടുണ്ട്. അതിനുശേഷം മസാല എന്തൊക്കെയാണ് ആവശ്യമെന്ന് നോക്കാം. ആദ്യം തന്നെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 സ്പൂൺ കായം, ഇത്രയാണ് എടുത്തിട്ടുള്ളത്. ഇത്രയും നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഒരു പാൻ എടുക്കുക. ആ പാൻ ഒന്ന് ചൂടായതിനു ശേഷം ഓയിൽ ആഡ് ചെയ്യുക. ഓയിൽ ചൂടായതിനു ശേഷം 1 ടേബിൾ സ്പൂൺ ജീരകം ആഡ് ചെയ്ത് കൊടുക്കുക. ആ ജീരകം ഒന്ന് ഫ്രൈ ആയതിനു ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന സവാള ആഡ് ചെയ്ത് കൊടുക്കുക. നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. അതിനോടൊപ്പം തന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. നല്ലോണം അതിൻ്റെ ഒരു പച്ചമണം പോകുന്നോടം വരെ, നമ്മുടെ സവാളയുടെ കളറ് മാറുന്നോടം വരെ ഫ്രൈ ചെയ്തെടുക്കുക. പാകത്തിന് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. സവാളയുടെ കളർ ചേഞ്ച് ആകുമ്പോഴത്തേക്കും നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന മസാല ആഡ് ചെയ്ത് കൊടുക്കുക. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കായമാണ് ചേർത്തിരിക്കുന്നത്. അത് നല്ലോണം ഫ്രൈ ചെയ്തെടുക്കുക. ഒന്ന് ഫ്രൈ ആയതിനു ശേഷം നമ്മുടെ മല്ലിയിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നല്ലോണം ഇളക്കിയതിന് ശേഷം നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഇനി അടുത്തായിട്ട് നമ്മൾ റെഡിയാക്കിയ മസാല നമ്മൾ ദോശയിലോട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. ആദ്യം തന്നെ സെൻറ്ററിലായിട്ട് കുറച്ച് മസാല ചേർത്ത് കൊടുക്കുകയാണ്.
അതിനുശേഷം ഇതൊരു ട്രയാങ്കിൾ ഷേപ്പിലാക്കി എടുക്കുവാണ്. അത് റെഡിയാക്കാനായിട്ട് നമ്മൾ ആദ്യം മാവ് റെഡിയാക്കിയില്ലേ മൈദയുടെ, ആ മാവ് ഒന്ന് ചെറുതായിട്ട് നൈസായിട്ടൊന്ന് തേച്ച് കൊടുത്താൽ മതി. ആ ഒരു പച്ചപ്പിൽ ആ കറക്റ്റായിട്ട് ട്രയാങ്കിൾ ഷേപ്പായിട്ട് വന്നോളും. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ സമൂസക്കൊക്കെ റെഡിയാക്കുന്ന പോലെ തന്നെ. നല്ലോണം ട്രയാങ്കിൾ ഷേപ്പിലാക്കിയതിന് ശേഷം വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റുക. അതുപോലെ തന്നെ നമ്മൾ ചുട്ട ദോശകളെല്ലാം ഇതുപോലെ റെഡിയാക്കി എടുക്കുക. എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തതായിട്ട് നമുക്ക് വറുത്തെടുക്കാം. നല്ലോണം ഡീപ്പ് ഫ്രൈ ആക്കി എടുക്കുക. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോ ഇന്ന് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിനു മുമ്പ് വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ ഇതിനു മുമ്പത്തെ വീഡിയോകൾ എടുത്ത് കാണുക. താങ്ക്